ഡീൽ ആരോപണത്തിൽ ചൂടുപിടിച്ച സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം. പാലക്കാട് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ഡീൽ ആരോപണം ആവർത്തിക്കുകയാണ് കോൺഗ്രസ്. സിപിഐഎം ബിജെപി ഡീൽ പരാമർശത്തിന് മറുപടി നൽകി പ്രചാരണ രംഗത്ത് സജീവമാകാൻ LDF. മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കൾ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ഡീൽ ആരോപണത്തിന് മറുപടി നൽകും. ഇന്ന് പത്തനംതിട്ടയിലാണ് മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിടുന്നത്. ഹരിമോഹൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഹരിമോഹൻ, ഇതാ തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ ചൂട് അതിന്റെ പീക്കിലേക്ക് എത്തി നിൽക്കുകയാണ്. അതിനിടയിലാണ് ഈ ഡീൽ ആരോപണം ഉയർന്നു വരുന്നതും നേതാക്കൾ അത് ഏറ്റുപിടിക്കുന്നതും അതിശക്തമായ വാക്പോരിലേക്ക്, നേതാക്കളുടെ വാക്പോരിലേക്ക് ഇന്നലെയൊക്കെ നമ്മൾ കണ്ടതാണ്. ഇന്നും സമാനമായ രീതിയിൽ വാദങ്ങളും പ്രതിവാദങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. അതിനിടയിൽ മുഖ്യമന്ത്രി കൂടി പ്രചാരണ രംഗത്ത് സജീവമാകാൻ പോകുന്നു. ഹരിമോഹൻ. ശ്രുതി, ഗുഡ് മോർണിംഗ്. തീർച്ചയായിട്ടും മുഖ്യമന്ത്രി കൂടി തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമാകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇത്ര ദിവസവും മുഖ്യമന്ത്രി സ്വന്തം മണ്ഡലത്തിലും മറ്റു പരിപാടികളിലുമായി നിൽക്കുകയായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി ഇനി മുതൽ മറ്റു മണ്ഡലങ്ങളിലേക്ക് ഇറങ്ങി. അതായത് 48 കേന്ദ്രങ്ങളിലെ പൊതുയോഗങ്ങളിൽ മുഖ്യമന്ത്രി ഇനി മുതൽ പ്രസംഗിക്കാൻ പോവുകയാണ്, പങ്കെടുക്കാൻ പോവുകയാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിന്റെ തുടക്കം തിരുവല്ലയിൽ വെച്ചാണ്. പത്തനംതിട്ടയിലെ തിരുവല്ലയിലാണ് ആദ്യത്തെ പൊതുയോഗം വരിക. രാവിലെ ആദ്യ പൊതുയോഗം ഉണ്ടാകും. അതിനുശേഷം ഉച്ച കഴിഞ്ഞ് ആറന്മുളയിലും റാന്നിയിലും കോന്നിയിലുമായി മറ്റു പൊതുയോഗങ്ങളും ഉണ്ടാകും. അതായത് ശരാശരി 4 പൊതുയോഗങ്ങളിലാണ് ഇനി മുതൽ മുഖ്യമന്ത്രി പങ്കെടുക്കുക. ഏപ്രിൽ 3 വരെ ഈ പ്രചാരണം തുടരും. മുഖ്യമന്ത്രി ഏപ്രിൽ 3 വരെ വിവിധ ജില്ലകളിലായിക്കൊണ്ട് 48 കേന്ദ്രങ്ങളിലെ പൊതുയോഗങ്ങളിൽ പ്രസംഗിക്കുമെന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നുണ്ട് എന്നുള്ളത് കൂടി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഡീൽ ആരോപണം വന്ന ശേഷം മുഖ്യമന്ത്രി പ്രതികരിക്കുന്നു. തെരഞ്ഞെടുപ്പ് വന്ന ശേഷം മുഖ്യമന്ത്രി ഔദ്യോഗികമായി മാധ്യമങ്ങളെ കാണുന്നു എന്നതടക്കമുള്ള ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതായത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പിന്റെ അജണ്ട വരെ ഒരുപക്ഷെ നിശ്ചയിക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം വളരെ പ്രധാനപ്പെട്ടതായിരിക്കും എന്നുള്ളതാണ്. അതായത് ഡീൽ ആരോപണം മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ വളരെയധികം നിർണായകമായിട്ടുള്ള കുറെ കാര്യങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറയാനിരിക്കുന്നുണ്ട്. ജി സുധാകരനെതിരെ കഴിഞ്ഞ ദിവസം അഭിമുഖങ്ങളിൽ നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങളുണ്ട്. ആ പരാമർശങ്ങൾ ഉൾപ്പെടെ അദ്ദേഹം വിമർശനം നേരിടുന്നുണ്ട്. അതിനും മറുപടി അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. ഒപ്പം തന്നെ ഈ സംസ്ഥാനത്ത് വിവിധ മണ്ഡലങ്ങളിലായി പലതരത്തിലുള്ള ആരോപണങ്ങൾ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ പാലക്കാട് CPM BJP ഡീലാണ് കേൾക്കുന്നതെങ്കിൽ നിയമത്തെക്കുറിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് ഇവിടെ CPM കോൺഗ്രസ് ഡീലാണ് എന്നതടക്കമുള്ള ആരോപണങ്ങളാണ്. അപ്പോൾ അദ്ദേഹം അതിനടക്കമുള്ള മറുപടികൾ പറയും എന്നുള്ളതാണ് നമുക്ക് ഉറപ്പിച്ചു പറയാൻ ഈ ഘട്ടത്തിൽ കഴിയുന്നത്. ഒപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ കിഫ്ബി വഴി നടപ്പിലാക്കിയിട്ടുള്ള വികസന പദ്ധതികൾ മുൻനിർത്തിക്കൊണ്ട് അതിന് വോട്ട് തേടുക എന്നുള്ളതാണ് മുഖ്യമന്ത്രി ഈ ദിവസങ്ങളിൽ നടത്താൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രചരണായുധം എന്ന് പറയുന്നത്. കാരണം ഇന്നിപ്പോൾ ആദ്യം തിരുവല്ലയിൽ, അതിനുശേഷം ആറന്മുളയിൽ, ഇവിടങ്ങളിലെല്ലാം നടത്തിയിട്ടുള്ള വികസന പദ്ധതികൾ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ തുടക്കം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന രണ്ടാമത്തെ പരിപാടി എന്ന് പറയുന്നത് ആറന്മുളയിലാണ്. അതായത് ആരോഗ്യമന്ത്രി വീണ ജോർജ് ജനവിധി തേടുന്ന അതേ മണ്ഡലത്തിലാണ്. അപ്പോൾ പ്രതിപക്ഷം ആരോഗ്യ കേരളത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആരോഗ്യ മേഖലയെക്കുറിച്ച് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗം വളരെ നിർണായകമാണ്. ആരോഗ്യ മേഖല കൈവരിച്ച നേട്ടങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയായിരിക്കും വീണ ജോർജിന് വോട്ടിന് വേണ്ടി മുഖ്യമന്ത്രി അഭ്യർത്ഥിക്കുക. അപ്പോൾ അത്തരം ഒരു പ്രചാരണ രീതിയാണ് ഇനി മുതൽ ഏപ്രിൽ 3 വരെ കാണാൻ പോകുന്നത്. അതുകൊണ്ട് മുഖ്യമന്ത്രി നേരിട്ട് രംഗത്തിറങ്ങുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ശ്രുതി. ശരി, ഹരിമോഹൻ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പിന് വെറും 17 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള അവസാന തീയതി ഇന്നാണ്. പ്രചാരണ രംഗത്തേക്ക് കൂടുതൽ താരപ്രചാരകരൊക്കെ എത്താൻ പോകുന്നു. മുഖ്യമന്ത്രി ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമാകാൻ പോകുന്നു. ജി സുധാകരനുമായി ബന്ധപ്പെട്ട വിവാദ പരാമർശത്തിൽ മറുപടി ഉണ്ടാകുമോ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് എന്നത് എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട്. അതുപോലെ ഡീൽ ആരോപണം സംബന്ധിച്ചൊക്കെയുള്ള മറുപടി ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകും. ഒരുപാട് പ്രതികരണങ്ങളുണ്ടായി. ഇന്നും ആ രീതിയിൽ പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും.